ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് 15 മീന രവി സംക്രമമാണ്. സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നു. മീനം രാശിയിൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു. ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. ശനിക്ക് സൂര്യനുമായിട്ട് യോഗം വരികയും ആ ശനിക്ക് മീനം രാശിയിൽ മൗട്യാവസ്ഥ വരികയും ചെയ്യുകയാണ്. അപ്പോൾ സൂര്യൻ്റെ രാശിമാറ്റവും ശനിയുടെ മൗട്യാവസ്ഥയും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. 2026 മാർച്ച് 15 മീനരവി സംക്രമം, അതായത് സൂര്യൻ മീനം രാശിയിലേക്ക് മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ മീനം രാശിയിൽ ഉണ്ടാകും. അതുപോലെ ശനി ശുക്രൻ മീനം രാശിയിലുണ്ട്. മീനം രാശിയിൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ശനി ശുക്രൻ സൂര്യൻ ഈ മൂന്നും ശത്രുഗ്രഹങ്ങൾ ആണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ സൂര്യൻ്റെ ഒരു നിശ്ചിത ഡിഗ്രിക്കുള്ളിലൊക്കെ ആ ശനി വരുമ്പോൾ പ്രത്യേകിച്ച് ശനിക്ക് മൗട്യാവസ്ഥ വരുന്നു. അതായത് ശനി സൂര്യനുമായിട്ട് യോഗം വരുമ്പോൾ ശനിക്ക് മൗട്യാവസ്ഥ വരുന്നു. അതുപോലെ അങ്ങനെ ശനിയുടെ നാച്ചുറൽ ക്വാളിറ്റീസ് ശോഷിക്കുന്ന സമയം എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് സൂര്യൻ പ്രത്യേകിച്ച് ആത്മകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ്. വൈറ്റാലിറ്റിയുടെയും ഇമ്മ്യൂണിറ്റിയുടെയൊക്കെ ഗ്രഹമാണ്. അതുപോലെ തന്നെ നമുക്ക് അധികാര വാഞ്ചയുടെയും അതുപോലെ പിതാവ്, സർക്കാർ, ലീഡർഷിപ്പ്, ഈഗോ പ്രശ്നങ്ങൾ, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഇവിടെയൊക്കെ കാരകത്വം ഈ സൂര്യന് ഉണ്ട്. അതുപോലെ ശനി അച്ചടക്കത്തിൻ്റെ ഒരു ഗ്രഹമാണ്. യാഥാർത്ഥ്യബോധത്തിൻ്റെ ഗ്രഹമാണ്. നീതിബോധത്തിൻ്റെ ഗ്രഹമാണ്. ഹാർഡ് വർക്കിൻ്റെ ഗ്രഹമാണ്. കാലതാമസത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ ഗ്രഹമാണ്. പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ശനിയെ കൊണ്ട് പറയാൻ കഴിയും. അങ്ങനെ ശനിക്ക് മൗട്യാവസ്ഥ വരുന്നു. സൂര്യൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പം ഇത് സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റവും ആ ശനിയുടെ മൗട്യാവസ്ഥയും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റവും സൂര്യനും ശനിയുമായിട്ടുള്ള യോഗവും ശനിയുടെ മൗട്യാവസ്ഥയും ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ധനുക്കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ധനുക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ്, 9ാം ഭാവാധിപനാണ്. ആ സൂര്യൻ മാർച്ച് 15 അവരുടെ 4ലേക്ക് സുഖസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ 4ാം ഭാവരാശിയിൽ ഉണ്ടാകും. 4ൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ കുറുകാർക്ക് കണ്ടകശനി സമയമാണ്. അതുപോലെ 4ൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയവുമാണ്. അപ്പോൾ ശനി സൂര്യനുമായിട്ട് യോഗം വരികയും ആ ശനിക്ക് 4ൽ മൗട്യാവസ്ഥ വരികയും കൂടെ ചെയ്യുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4ൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വീട് പുതുക്കുന്നതിനോ വീട് ഫർണിഷ് ചെയ്യുന്നതിനോ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനൊക്കെ ആ 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4ൽ വരുന്നത് വഴിതെളിക്കും. ചിലപ്പോൾ വസ്തു വാങ്ങുന്നതിനോ വീട്, വാഹനം ഇവ പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയുള്ള ചിന്തകളുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെ പറ്റിയുള്ള ചിന്തകളുണ്ടാകും. അതുവഴിയൊക്കെ എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയും ഒക്കെ അതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയമാണ്. ചിലപ്പോൾ നമുക്ക് മാതാവിന് എന്തെങ്കിലുമൊക്കെ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഉന്നത പഠനം നടത്തുന്നവർക്ക് ആ പഠനത്തിൽ അവർക്ക് എന്തെങ്കിലും ഭാഗ്യാനുഭവം ഉണ്ടാകും. അതുപോലെ ഈ പ്രത്യേകിച്ച് ഈ കുടുംബത്തിലൊക്കെ നമുക്ക് ഈ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ ഈ സമയത്ത് നമ്മൾ നടത്തിയെന്ന് വരാം. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു എന്ന് വരാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ നമ്മൾ വർക്ക് ഫ്രം ഹോം ബേസിസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 4ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സേവനങ്ങളൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് നടത്തുന്നവർക്ക് അത് ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വീട്, വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമുക്ക് ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 4ൽ ഉച്ചസ്ഥിതനായിട്ട് വരുമ്പോൾ അതിന് വേണ്ടുന്ന വായ്പകൾ
അതിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി വായ്പകൾ കിട്ടുന്നതിനും അത് മുഖാന്തരം പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിനോ ഭവനം വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പം 4 രവി ശനി ഒക്കെ യോഗം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രവി ശനി എന്ന് പറയുന്ന ശത്രുഗ്രഹങ്ങളാണ്. ശുക്രനും ശത്രുഗ്രഹമാണ് സൂര്യൻ്റെ. അപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഉണ്ടായെന്ന് വരാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. കമ്മ്യൂണിക്കേഷനിൽ കെയർ വേണം. പ്രകോപനപരമായിട്ട് കഴിവതും റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ബന്ധുക്കൾക്കിടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അകൽച്ച അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ അതിലൊക്കെ ഒരു കെയർ വേണം. പൊതുവേ നമുക്ക് എന്തെങ്കിലും മനസ്സംഘർഷം ഉണ്ടാകാവുന്ന കാര്യങ്ങൾ കുടുംബത്തിൽ വരികയും അത് കുടുംബത്തിൽ മനസ്സമാധാനക്കുറവിനൊക്കെ വഴിതെളിക്കാം. പക്ഷേ കണ്ടക ശനി സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പക്ഷേ ആ ശനിക്ക് മൗട്യാവസ്ഥ വരുന്നത് ഒരു പരിധിവരെ നമുക്ക് റിലീഫ് ഉണ്ടാക്കും. 2ഉം 3ഉം ഭാവാധിപനായിട്ടുള്ള ശനിയാണ്. അപ്പോൾ സൂര്യനുമായിട്ടൊക്കെ യോഗം വരികയും ആ 4 നിൽക്കുന്ന ശനിക്ക് മൗട്യാവസ്ഥ വരികയൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ശനിക്ക് മൗട്യാവസ്ഥ വരിക എന്ന് പറയും ധനപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഒരു ധനപരമായിട്ട് ഒരു പ്ലാനിങ്, ഒരു ആസൂത്രണം നമുക്ക് ഈ സമയത്ത് ഉണ്ടാകണം. കഴിവതും സമ്പാദ്യത്തിൽ കുറവ് വരാതെയൊക്കെ നോക്കണം. എക്സ്പെൻസ് കൂടാതെ നോക്കണം. അപ്പം ചിലവ് കൂടാനും സാധ്യതയുണ്ട്, അതുപോലെ സമ്പാദ്യം കുറയാനും സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് 2ാം ഭാവാധിപന് മൗട്യാവസ്ഥ വരികയാണ്. അപ്പോൾ അഗ്രസീവായിട്ട് സംസാരിക്കുന്നതിലൊക്കെ ഒരു നിയന്ത്രണം ഈ സമയത്ത് വേണം. പ്രത്യേകിച്ച് ശനി, സൂര്യൻ ഒക്കെ തന്നെ ശത്രുഗ്രഹങ്ങളാണ്. അപ്പം അമിതമായിട്ട് കഴിവതും നമ്മൾ ഈ സമയത്ത് പ്രതികരിക്കാതിരിക്കുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. 3ാം ഭാവാധിപനും കൂടിയാണ് ആ ശനി. ആ ശനിക്ക് മൗട്യാവസ്ഥ വരികയാണ്. അപ്പം നമുക്ക് പൊതുവെ 3ലൊക്കെ ആ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ 3ാം ഭാവാധിപനായ ശനിയൊക്കെ മൗട്യാവസ്ഥയിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഊർജ്ജസ്വലത ചിലപ്പോൾ കുറയ്ക്കാൻ ഇടയാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ 3ാം ഭാവാധിപന് മൗട്യാവസ്ഥ വരുമ്പോൾ നമുക്ക് ഏത് കാര്യത്തിലും മുന്നിട്ട് ഇറങ്ങുന്നതിനുള്ളൊരു ധൈര്യക്കുറവ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. കാമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കുറയാനിടയുണ്ട്. അപ്പോൾ നമ്മൾ പരീക്ഷകളിലോ മറ്റു കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ നമ്മൾ അതിന് വേണ്ടി സമയം ചെലവഴിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ശനി ഒരു മൗട്യസ്ഥിതി വരുന്നുണ്ട് ഏപ്രിൽ 11 വരെ. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ പരിശ്രമങ്ങളിലുമൊക്കെ തന്നെ ഒരു മെല്ലെപ്പോക്ക് വരാം എന്നുള്ളത് കൊണ്ട് അത് മാറ്റി കൊണ്ടുപോകേണ്ട ഒരു സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ എഴുത്തിലായാലും പ്രഭാഷണത്തിലായാലും കാര്യക്ഷമത കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. 4ലാണ് ആ ശനിക്ക് മൗട്യാവസ്ഥയൊക്കെ വരുന്നത്. അപ്പോൾ ട്രാൻസാക്ഷനിൽ ശ്രദ്ധ വേണം. 3ാം ഭാവാധിപന് മൗട്യാവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റേഷൻ, നമ്മൾ എന്തെങ്കിലുമൊക്കെ രേഖകൾ, പ്രമാണങ്ങൾ ഇവയൊക്കെ തയ്യാറാക്കുമ്പോൾ അവയിലൊക്കെ എറർ വരാതെയൊക്കെ നോക്കണം. അതുപോലെ ഏതു തരത്തിലുള്ള കരാറുകൾ നമ്മൾ ഏർപ്പെടുമ്പോഴും അതൊക്കെ വായിച്ച് അതിൻ്റെ വ്യവസ്ഥകളൊക്കെ മനസ്സിലാക്കി വേണം അത്തരത്തിലുള്ള കരാറുകളിലൊക്കെ ഒപ്പിട്ട് പോകേണ്ടത് എന്നും കൂടെ മനസ്സിലാക്കുക. രവി, ശനി, ശുക്രൻ ഒക്കെ തന്നെ ഈ 10ാം ഭാവരാശിയിൽ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് പറയാം. 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ, അതുപോലെ തന്നെ ശനി, ശുക്രൻ ഒക്കെ തന്നെ 10ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശുക്രൻ്റെ 10ലെ ദൃഷ്ടി എന്ന് പറയുന്നത് നീചദൃഷ്ടിയാണ്. എങ്കിലും ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ 10ലെ ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അത് പ്രൊഫഷണൽ ഗ്രോത്തിന് വഴിതെളിക്കും. ഇപ്പോൾ സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഭാഗ്യാനുഭവം ഉണ്ടാകാവുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയം കൂടെയാണ്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുവാനുള്ള ഒരു മനോഭാവം ഈ കുറുകാർക്ക് വേണം. അതേസമയം തൊഴിലിടത്തൊക്കെ നമ്മൾ മേലധികാരികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു വിനയം വേണം. കാരണം ശനി, സൂര്യനൊക്കെ 10ൽ ദൃഷ്ടി ചെയ്യുകയാണ്. 2ഉം ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുമായിട്ട്, ടീച്ചേഴ്സുമായിട്ട് 9ാം ഭാവാധിപൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു വിനയം വേണം. അഗ്രസീവ് എനർജിയൊക്കെ കൂടാതെ നോക്കണം. പൊതുവെ ഒരു സംയമനത്തിൻ്റെ ഒരു പാത പ്രത്യേകിച്ച് തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിൽ സ്വീകരിക്കുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാകും. കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഒഴിവാക്കി പോകാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കണം. ഇനി മകര കുറുകാർക്കും മകര ലഗ്നക്കാർക്കും
സൂര്യൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതും ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനിക്ക് സൂര്യനുമായിട്ട് യോഗം വന്ന് മൗട്യാവസ്ഥ വരികയും ചെയ്യുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. വൈരക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ വിടുന്നവരാണ്. അപ്പം മൈരക്കുറുകാർക്കും മൈരലഗ്നക്കാർക്കും സൂര്യൻ അഷ്ടമഭാവാധിപനാണ്. അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ മാർച്ച് 15 അവരുടെ 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ 3-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പോൾ 3-ൽ ശനി ശുക്രനൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 3-ൽ ശുക്രൻ ഉച്ചസ്ഥിതനാണ്. ശനി ജന്മലഗ്ന രാശ്യാധിപനായിട്ട് 3-ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ശനിക്ക് സൂര്യനുമായിട്ട് യോഗം വരികയും ആ ശനിക്ക് 3-ൽ മൗട്യാവസ്ഥ വരികയും ചെയ്യുന്ന സമയമാണ്. അപ്പം അത് ഈ കുറുകാരെ എങ്ങനെ സ്വാധീനിക്കും നോക്കാം. അപ്പം 3-ാം ഭാവം ഉപജയരാശിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ മാത്രമല്ല 8-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദൗർഭാഗ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ആ ദൗർഭാഗ്യങ്ങൾക്ക് അന്ത്യമുണ്ടാകുന്ന സമയം എന്ന് പറയാം. അത് എഴുത്തിൽ, പ്രഭാഷണത്തിൽ, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലൊക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടം ഈ കൂറുകാർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നല്ല വാർത്തകൾ ശ്രവിക്കാനാകും. ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോയിൻ്റ് അസറ്റുകൾ, ജോയിൻ്റ് സംരംഭങ്ങൾ ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ഹെൽത്ത് വർക്കേഴ്സ്, അതുപോലെ ഈ ടീച്ചേഴ്സ്, റവന്യൂ വർക്കേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ആഡിറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇൻഷുറൻസ് വർക്കേഴ്സ്, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ തന്നെ പൊതുവെ അതുപോലെ പൊളിറ്റിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ ഈ അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ 3-ൽ വരുന്നത് നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാം. പ്രൊഫഷണൽ തലത്തിലും പേഴ്സണൽ തലത്തിലും ഗുണാനുഭവങ്ങൾ വരും. ഇപ്പോൾ റിസർച്ചൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഡീപ്പ് നോളജ് ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം 8-ാം ഭാവാധിപൻ 3-ൽ വരിക എന്ന് പറയുമ്പോൾ, അഷ്ടമഭാവാധിപൻ ഒരു അനിഷ്ട സ്ഥാനത്തിൻ്റെ അധിപൻ 3-ൽ വരിക എന്ന് പറയുമ്പോൾ ആ 3-ാം ഭാവസംബന്ധമായ പ്രത്യേകിച്ച് സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ ഈ കൂറുകാർക്ക് തന്നെ ചിലപ്പോൾ അവർക്ക് ദന്തസംബന്ധമായോ നയന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ENT സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ ട്രബിൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ രവി, ശനി, ശുക്രനൊക്കെ 3-ൽ ബന്ധം വരുന്നു. അപ്പോൾ 3-ൽ 3 ശത്രുഗ്രഹങ്ങളുടെ ബന്ധമാണ് വരുന്നത്. അപ്പോൾ രവി ശനിയുമായിട്ടൊക്കെ യോഗം വരുന്നു. ശനി എന്ന് പറയുന്നത് ജന്മലഗ്ന രാശ്യാധിപനും കൂടിയാണ്. ആ ശനിക്ക് സൂര്യനുമായിട്ടുള്ള ആ ഒരു യോഗം വരിക വഴി ആ ശനിക്ക് മൗട്യാവസ്ഥയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സഹോദരങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം. ആശയങ്ങളിലും വീക്ഷണങ്ങളിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഈ സമയത്തുണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പതറിപ്പോകാവുന്ന ഒരു മാനസികാവസ്ഥ ഈ സമയത്തുണ്ടാകും. ധൈര്യമൊക്കെ ചോർന്നു പോകാൻ ഇടയാകും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജന്മലഗ്ന രാശ്യാധിപന് മൗട്യം വരുമ്പോൾ ഒരു ധൈര്യം, വീര്യമൊക്കെ കുറയാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. 3-ലെ സ്ഥിതി നല്ലതാണെങ്കിലും ആ ശനിക്ക് മൗട്യാവസ്ഥ വരുന്നുണ്ട്. ശനി ജന്മലഗ്ന രാശ്യാധിപനും കൂടിയാണ്. അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവിന് ഇടയാക്കും. പൊതുവെ നമുക്ക് ഉന്മേഷം, ഊർജ്ജസ്വലതയൊക്കെ കുറയുന്നതിന് ആ ശനിയുടെ മൗട്യാവസ്ഥ ചിലപ്പോൾ പ്രേരിപ്പിച്ചു എന്ന് വരാം. ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ ചിലപ്പോൾ കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള രേഖകൾ ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഇൻഹെറിറ്റഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശനി 2-ാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ആ 2-ാം ഭാവാധിപന് മൗട്യാവസ്ഥ വരിക എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ ഈ സമയത്തുണ്ടാകാം. പെട്ടെന്നൊരു സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ നേരിട്ടു എന്ന് വരാം. അപ്പോൾ സമ്പാദ്യമൊക്കെ ചിലപ്പോൾ കുറയാനിടയാക്കാം. അപ്പോൾ രവി, ശനി, ശുക്രനൊക്കെ തന്നെ 9-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉന്നത പഠനം, ഗവേഷണം ഒക്കെ വിദേശത്ത് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും. അതൊക്കെ നല്ലതാണ്. അതൊക്കെ നമുക്ക് ഏത് തടസ്സങ്ങളൊക്കെ അതിജീവിക്കുന്നതിനുള്ളൊരു കരുത്ത് നമുക്ക് നൽകും എന്ന് പറയാം. അതേസമയം നമ്മൾ പിതാവ്, ഗുരുക്കന്മാർ, അതുപോലെ മെൻറ്റേഴ്സ് ഇവരുമായിട്ടൊക്കെയുള്ള
ഇൻ്ററാക്ഷനൊക്കെ വളരെ ശ്രദ്ധിക്കണം. അഗ്രസീവ് എനർജി കൂടാതെയൊക്കെ നോക്കണം. അപ്പോൾ അവരുമായിട്ട് നമുക്ക് വിനയത്തോടു കൂടിയുള്ളൊരു സമീപനമൊക്കെ ഈ സമയത്ത് ഉണ്ടാക്കിപ്പോകാൻ ഈ കുറുകാർ ശ്രമിക്കണം. ഇനി കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ സൂര്യൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതും മീനം രാശിയിൽ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനിക്ക് സൂര്യനുമായിട്ട് യോഗം വരികയും ആ ശനിക്ക് മൗട്യാവസ്ഥ വരികയൊക്കെ ചെയ്യുന്നത് എന്തവസ്ഥ, എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കുംഭക്കുറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ 7ാം ഭാവാധിപനാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മാർച്ച് 15 അവരുടെ 2ലേക്കാണ്, ധനസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ ധനസ്ഥാനത്തുണ്ടാകും. 2 ശനിയുണ്ട്, 2 ശുക്രൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ്. രവിയും ശനിയൊക്കെ യോഗം വരുന്നു. 2 നിൽക്കുന്ന ശനിക്ക് മൗട്യാവസ്ഥയും വരുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2 വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ധനം, കുടുംബം, വിവാഹ വിഷയങ്ങളെ പറ്റിയുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ അവയെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. ജീവിത പങ്കാളി വഴി ചിലപ്പോൾ ധനനേട്ടം ഉണ്ടായെന്ന് വരാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴി ചിലർക്ക് അവരുടെ വിഹിതം കൂടാനൊക്കെ സാധ്യതയുണ്ട്. കുടുംബ ബിസിനസ്സിലും ചിലപ്പോൾ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം. അതൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാക്കുന്ന സമയം എന്ന് പറയാം. രവി, ശനി, ശുക്രനൊക്കെ 2 യോഗം ചെയ്യുന്നുണ്ട്. രവിയും ശനിയും ഒക്കെ യോഗം 2 വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് രണ്ടും ഒരു അഗ്രസീവ് എനർജി ഉണ്ടാക്കാവുന്ന ഗ്രഹമാണ്, ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത് ചിലപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കിയുള്ള ഒരു പെരുമാറ്റം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. പാർട്ട്നേഴ്സ് തമ്മിൽ, പ്രത്യേകിച്ച് ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ബിസിനസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. ധനകാരകനായിട്ടുള്ള ഗുരു ഇപ്പോൾ വക്രസ്ഥിതിയൊക്കെ മാറി ഒക്കെ നേർസഞ്ചാരത്തിലുള്ള സമയം ആണ് എന്നുള്ളത് കൊണ്ട് അത് ധനാഗമം കൂടുന്നതിന് ഇടയാക്കും. അതായത് ധനപരമായിട്ടുള്ള ആ മാന്ദ്യത്തിന് ഒരു പരിധിവരെ നമുക്ക് ഒരു പരിഹാരം ആ ധനഭാവാധിപൻ്റെ ആ വക്രസ്ഥിതി മാർഗ വഴി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 2 ശുക്രൻ്റെ ഉച്ചസ്ഥിതിയും നമുക്ക് ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായകമാണ്. അതുപോലെ രവി, ശനി, ശുക്രനൊക്കെ 2 കുടുംബത്തിൽ നമ്മൾ 3 ഈ ശത്രുഗ്രഹങ്ങളാണ്. സൂര്യൻ്റെ ശത്രുവാണ് ശുക്രൻ, അതുപോലെ സൂര്യൻ്റെ ശത്രുവാണ് ശനി. അപ്പം 3 ശത്രുഗ്രഹങ്ങളാണ് വാക്സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട്, അത് കുടുംബസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ, അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കി ഉള്ള ഒരു സമീപനം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. 7ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിയുടെ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല 2, 7 ഭാവങ്ങൾ മാരകഭാവമാണെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ 7ാം ഭാവാധിപൻ വന്നു നിൽക്കുന്നതും മാരകസ്ഥാനത്താണ്. അപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ കുടുംബത്തിൽ ഏതെങ്കിലും അംഗത്തിനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയവും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുക. കാരണം 7ാം ഭാവാധിപൻ 2 നിൽക്കുകയാണ്. മാരകത്വമുള്ള സൂര്യനാണെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനിക്ക് മൗട്യാവസ്ഥയും കൂടെ വരികയാണ്. അപ്പോൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ശനി 12ാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് വിദേശ കാര്യങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ വിദേശ യാത്രകൾ, അല്ലെങ്കിൽ വിദേശത്തെ തൊഴിൽ, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ ചിന്തകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ഒരു സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. കുടുംബത്തിലൊക്കെ ചിലവ് കൂടുന്നതിന് ചിലപ്പോൾ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്പിരിച്വൽ തലത്തിൽ സ്പിരിച്വൽ കാര്യങ്ങൾക്കോ ആതുര പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയൊക്കെ ചിലപ്പോൾ പണച്ചെലവ് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുവഴിയൊക്കെ സമ്പാദ്യം കുറയാനും സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈഗോ ക്ലാഷസ്
കഴിവതും ഈ സമയത്ത് ഉണ്ടാകാതെ നോക്കണം. എല്ലാ കാര്യത്തിലും അച്ചടക്കം, ക്ഷമ നിലനിർത്തി പോകുന്നതിന്, അതുപോലെ പോകുന്നവർക്കും സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ, സംയമനമൊക്കെ പാലിക്കുന്നവർക്കുമൊക്കെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാകും എന്നും കൂടെ മനസ്സിലാക്കുക. രവി, ശനി, ശുക്രനൊക്കെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ വേണം. ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി മീനക്കുറുകാർക്കും മീന ലഗ്നക്കാർക്കും സൂര്യൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതും മീനൻ രാശിയിൽ ശനിയുമായിട്ട് സൂര്യന് യോഗം വരികയും ആ ശനിക്ക് സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് മൗഢ്യാവസ്ഥയൊക്കെ വരുന്നത് ഏത് രീതിയിലായിരിക്കും അവരെ സ്വാധീനിക്കുന്നത് നോക്കാം. മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ്. ഇപ്പം മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും 6ാം ഭാവാധിപനാണ് സൂര്യൻ. മാർച്ച് 15-ന് 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടാകും. അപ്പോൾ ജന്മരാശിയിൽ ഇപ്പോൾ 11ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശനി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതിനായിട്ട് ജന്മരാശി നിൽക്കുന്ന സമയമാണ്. അതിൽ ശനി, സൂര്യൻ എന്ന് പറയുന്ന ശത്രുഗ്രഹങ്ങളാണ്. ശുക്രനും ശത്രുഗ്രഹങ്ങളാണ്. അപ്പം ജന്മരാശിയിൽ 3 ശത്രുഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ് വന്നിരിക്കുന്നത്. അപ്പം ശനിയും സൂര്യനുമായിട്ടുള്ള യോഗം വരികയും ശനിക്ക് മൗഢ്യാവസ്ഥ വരുന്ന സമയം കൂടെയാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശി വരിക എന്ന് പറയുമ്പോൾ സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഒരു അച്ചടക്കം ഈ സമയത്ത് ഈ കുറുകാർക്ക് വേണം. പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ സൂര്യൻ വരുമ്പോൾ നമുക്ക് ഒരു തൊഴിലുമായിട്ടുള്ള ഒരു അധികാരമോഹമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സർവീസ് ചലഞ്ചസ് ഈ സമയത്തുണ്ടാകാം. സേവന മേഖലകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടാകാം. അപ്പോൾ വർക്കിലൊക്കെ ഡെഡിക്കേഷൻ കൂട്ടുന്നത് ഈ സമയത്ത് നല്ലതാണ്. അങ്ങനെ നമുക്ക് വർക്കിൽ ഡെഡിക്കേഷൻ കൂട്ടി നമ്മുടെ ആ തൊഴിലിടത്തൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ നമുക്ക് കൈവരിക്കാനാകും. അത് നമ്മുടെ വ്യക്തിത്വത്തിനൊക്കെ ഒരു മാറ്റുകൂട്ടും, തിളക്കം കൂട്ടും എന്ന് തന്നെ പറയാം. അതേസമയം ശനി, സൂര്യനൊക്കെ ജന്മരാശിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ക്ഷിപ്രകോപം, മുൻകോപം ഈ സമയത്ത് ഉണ്ടാകാം. അവിടെ നമ്മൾ കുറയ്ക്കണം. പ്രത്യേകിച്ച് 2ഉം ശത്രുഗ്രഹങ്ങളാണ്. തൊഴിലിടത്ത് ക്ഷമ, സംയമനം ആവശ്യമായിട്ടുള്ള സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ നമുക്ക് ഒരു 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 എന്താ പറയേണ്ടത്, ഒരു സംയമനത്തിൻ്റെ ഒരു പാത സ്വീകരിക്കണം. അനുരഞ്ജനത്തിൻ്റെ ഒരു പാതയൊക്കെ സ്വീകരിച്ചു പോകേണ്ടുന്ന സമയമാണ്. ശത്രുതാ മനോഭാവമൊക്കെ കുറയ്ക്കേണ്ടുന്ന സമയമാണ്. പൊതുവേ നമുക്ക് ഈ ക്ഷമാ സംയമനമൊക്കെ ആവശ്യമാണ്. മനോബലമൊക്കെ കൂട്ടേണ്ടുന്ന സമയമാണ്. എല്ലാ കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ തടസ്സങ്ങൾ, അതൊക്കെ ചിലപ്പോൾ മാനസികമായിട്ടൊരു സമ്മർദ്ദം, മാനസികമായിട്ടൊരു ടെൻഷനൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചില മേഖലയിൽ, ഇപ്പോൾ നമുക്ക് ഈ പോലീസ് ഫോഴ്സ്, പ്രിസൺ മേഖല, അതുപോലെ നമ്മുടെ ആർമി, പ്രതിരോധ മേഖലയിൽ, അത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചില നേട്ടങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യനൊക്കെ അഫ്ലിക്ഷൻ വരുന്ന സമയമായതുകൊണ്ട് തെറ്റ് ചെയ്യാനുള്ള പ്രവണത ചിലപ്പോൾ ഇവർക്ക് വരാം. അവിടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജന്മരാശിയിൽ സൂര്യനും ശനിയും ശുക്രനും ഒക്കെ ശത്രുഗ്രഹങ്ങളായിട്ട് നിൽക്കുമ്പോൾ അത് നമ്മുടെ ഒരു സംഘർഷ മനോഭാവം, ഒരു കോൺഫ്ലിക്റ്റിംഗ് ടെൻഡൻസി ചിലപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകാം. ദൈനംദിന വർക്കുകളിലൊക്കെ ഒരു അച്ചടക്കമൊക്കെ നിലനിർത്തി പോകേണ്ടുന്ന സമയമാണ്. അതുപോലെ ബേഡായിട്ടുള്ള കമ്പനി നമ്മൾ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് തെറ്റായ സഞ്ചാരത്തിലേക്കൊക്കെ ചിലപ്പോൾ നമ്മളെ തള്ളിവിടുന്നതിനൊക്കെ അത് വഴിതെളിക്കും. പ്രത്യേകിച്ച് സൂര്യന് ഒരു അഫ്ലിക്ഷനൊക്കെ വരുന്ന സമയമായതുകൊണ്ട്. അതുപോലെ നമുക്ക് പൊതുവേ നമുക്ക് സൂര്യനും ശനിയും അതുപോലെ ശുക്രനും, പ്രത്യേകിച്ച് സൂര്യൻ 6ാം ഭാവാധിപനാണ്, ശുക്രൻ 8ാം ഭാവാധിപനാണ്, ശനി 12ാം ഭാവാധിപനാണ്. 6ഉം 8ഉം 12ഉം ഭാവാധിപന്മാരാണ് ജന്മരാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവേ നമുക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് പറയാം, ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിട്ട് നമുക്ക് ഈ 3 ഗ്രഹങ്ങളുടെ ജന്മരാശിയിലെ സ്ഥിതി വഴിതെളിക്കുമെന്ന് പറയാം. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വ്യായാമം, യോഗ,
ആത്മീയ പ്രവർത്തനങ്ങൾ, അതുപോലെ ആതുര സേവനവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ നടത്തി നമ്മുടെ മനസ്സ് അതിലേക്കൊക്കെ നമുക്ക് തിരിച്ചുവിട്ട് പൊതുവെ നമുക്ക് ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ചികിത്സയോടൊപ്പം തന്നെ നമുക്ക് വ്യായാമം, യോഗ ഇവയൊക്കെ ശീലിച്ചു പോകുന്നതും ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നതും ഒക്കെ നമുക്ക് മാനസികമായിട്ടൊരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം തരും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ രവിയും ശനിയൊക്കെ യോഗം വരികയും ശനിക്ക് മൗഢ്യാവസ്ഥയൊക്കെ വരുന്നുണ്ട്. ശനി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് 11ഉം 12ഉം ഭാവാധിപനാണ്. അപ്പോൾ ധനാഗമത്തിലൊക്കെ 11ാം ഭാവാധിപൻ മൗഢ്യാവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് ധനപരമായിട്ടുള്ള വരവിലൊക്കെ ഒരു വേഗത കുറയും. ധനവരവിൽ അല്ലെങ്കിൽ ധനനേട്ടത്തിന് ഒരു കുറവ്, ഒരു വേഗത കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. ധനച്ചെലവ് ഉണ്ടാകാമെങ്കിലും അവയിലും നമുക്ക് ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 12ാം ഭാവാധിപന് മൗഢ്യസ്ഥിതി വരികയാണ്. അപ്പോൾ ചിലവുണ്ടാകാം, പക്ഷേ ആ ചിലവ് നമ്മൾ സ്വയം തന്നെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ വരുമാനത്തിലൊരു ചെറിയ കുറവ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ ചിലവ് നിയന്ത്രിക്കേണ്ടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ സർക്കിള് ഇവയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരു അകലം നമ്മൾ പാലിക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ വിദേശ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാലതാമസമൊക്കെ നേരിടാനൊക്കെ സാധ്യതയുണ്ട്. പൊതുവേ നമുക്ക് ഒരു ഭൗതിക താല്പര്യമൊക്കെ കുറയുകയും അതേസമയം ആത്മീയ താല്പര്യമൊക്കെ കൂടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അത് പ്രത്യേകിച്ച് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, ആതുര പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുക, ധ്യാനത്തിൽ ശീലിക്കുക, സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുക. അതൊക്കെ പ്രത്യേകിച്ച് നമുക്കൊരു ഐസൊലേഷൻ അവസ്ഥയൊക്കെ മാറി ഒരു ഒറ്റപ്പെടൽ ഫീലിംഗിൽ നിന്നൊക്കെ നമുക്ക് മുക്തരാവാൻ കഴിയും എന്ന് തന്നെ പറയാം. അപ്പോൾ 7ലൊക്കെ ആ ശനിയും സൂര്യനും ശുക്രനും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് 7 ശുക്രൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് നീചദൃഷ്ടിയാണ്. അവിടെ സൂര്യൻ 6ാം ഭാവാധിപൻ ദൃഷ്ടി ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശനി 12ാം ഭാവാധിപന് 7 ദൃഷ്ടിയാണ്. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയർ വേണം. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാതെ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ പാർട്ട്ണർഷിപ്പ് തലത്തിൽ, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ പാർട്ട്നേഴ്സ് തമ്മിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവയൊക്കെ നമ്മൾ നിയന്ത്രിച്ച് പോകേണ്ടുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.